കൊല്ലം കൊട്ടാരക്കര മൈലത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. വെള്ളാരംകുന്ന് സ്വദേശി അരുണിന്റെ മാതാപിതാക്കളായ സത്യൻ, ലത എന്നിവർക്കാണ് വെട്ടേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൽ ചേരുന്നു. ഷമീർ, വിശദാംശങ്ങൾ എന്താണ് സംഭവത്തിന് കാരണം? ആരാണ് വെട്ടിയത്? ഈ 3 പേരെയും, അതായത് അച്ഛനും അമ്മയെയും മകനെയും വെട്ടാനിടയായ സാഹചര്യം എന്താണ്? പോലീസ് സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ടോ? മറ്റു കാര്യങ്ങൾ എന്താ? സനീഷ്, അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പള്ളിക്കൽ മൈലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിനാണ് വെട്ടേറ്റത്. വടിവാളും കമ്പിവടിയും ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഈ അക്രമി സംഘത്തെ ഈ പരിക്കേറ്റവർക്ക് അറിയാം. ഇവരുടെ അയൽവാസികളായ 2 യുവാക്കളാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത്. ഈ കുടുംബവുമായി കടുത്ത വൈരാഗ്യമാണ് ഇവർക്കുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കുതർക്കവും അടിയും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. അതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായെന്നാണ് കൊട്ടാരക്കര പോലീസ് പറയുന്നത്. ഈ സംഭവം ഈ വെട്ട് നടക്കുമ്പോൾ ഇവരുടെ കയ്യിൽ 7 മാസം പ്രായമായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ടാണ് ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും പരിക്കേറ്റവർ ഇപ്പോൾ അരുൺ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലും ബാക്കി 3 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുമുണ്ട്. ഇവരിപ്പോൾ ചികിത്സയിലാണുള്ളത്. എന്തായാലും 2 പേർ, ഈ അക്രമം നടത്തിയ 2 യുവാക്കളെ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പും സമാനമായി ആഴ്ചകൾക്ക് മുമ്പും ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സനീഷ്, ആഴ്ചകൾക്ക് മുമ്പ് ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? അപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷവും വീണ്ടും നടന്ന സംഭവമാണോ ഇപ്പോഴീ വെട്ട്? തീർച്ചയായിട്ടും ഈ സംഭവം ഇത്തരത്തിൽ ഈ യുവാക്കൾ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതി കൊട്ടാരക്കര പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ പരിക്കേറ്റ യുവതി അല്പസമയം മുമ്പ് പറഞ്ഞത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. ഇത്തരത്തിൽ ഇവരെ വീണ്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ 2 യുവാക്കളെ ഇപ്പോൾ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അവരിപ്പോൾ ആ വീട്ടിലല്ല താമസിക്കുന്നുള്ള കാരണമാണ് പോലീസ് പറയുന്നത്. അവരെ കണ്ടുകിട്ടിയിട്ടില്ല. നിലവിൽ അവർക്കായി ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ് എന്നാണ് കൊട്ടാരക്കര പോലീസ് വ്യക്തമാക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഷമീർ. വിവരങ്ങൾക്ക് 3 പേർക്കാണ്, അമ്മയ്ക്കും അച്ഛനും മകനുമാണ് വെട്ടേറ്റുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അവർക്ക്. നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് വെട്ടേറ്റ ആളുകൾ പറയുന്നത്. ഈ വെട്ടേറ്റ ആളുകളിൽ ഒരാളുടെ കൈവശം ഒരു ചെറിയ കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അവിടെ നിന്ന് ഷമീർ നൽകുന്ന വിവരങ്ങളിലുള്ളത്. നന്ദി ഷമീർ, വിശദാംശങ്ങൾക്ക്.